സർവകലാശാല സംഘർഷവുമായി ബന്ധപ്പെട്ട തൃശൂരിലും ഇപ്പോൾ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അവിടെ ബാരിക്കേഡ് വെച്ച പോലീസ് തടഞ്ഞിട്ടുണ്ട്. കമ്മീഷണർ ഓഫീസിലേക്കാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. മലപ്പുറം SP ഓഫീസിലേക്ക് നേരത്തെ നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോയത് പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് പോലീസ്. ജേസൺ ചാമോളപ്പ് വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, തൃശൂരിലും വലിയ പ്രതിഷേധമാണോ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ബാരിക്കേഡിൽ കൊടി കുത്തിവെച്ചിരിക്കുന്നത് കാണാം. മാധു ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് SFIയുടെ മാർച്ച് നടന്നത്. മാർച്ചിന് ഈ ഓഫീസിന് സമീപത്ത് വലിയ ബാരിക്കേഡുകളൊക്കെ തീർത്തിരുന്നു. ആ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തിയത്. ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. തൃശൂരിലെ പ്രതിഷേധത്തിന് നേരെയും ജലപീരങ്കി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി. ബാരിക്കേഡ് പിടിച്ചു മാറ്റാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ തെറിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കമ്മീഷണർ ഓഫീസിലേക്കാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് നിൽക്കുന്നുണ്ട് ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ. പക്ഷെ അത് പര്യാപ്തമല്ല. വലിയ തോതിൽ നമ്മൾ മലപ്പുറത്ത് കണ്ടതുപോലെയുള്ള വളരെ ശക്തമായി തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ. തൃശ്ശൂരിലാണ് ഈ സംഘർഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, വിദ്യാർത്ഥികൾ സംഘടിച്ച് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ബാരിക്കേഡിന് പിന്നിൽ അണിനിരക്കുന്നു. മാധു, ബാരിക്കേഡിന് അപ്പുറത്ത് പോലീസും ഇപ്പുറത്തെ പ്രതിഷേധക്കാരും വിദ്യാർത്ഥികളും എന്ന നിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. വലിയ തോതിൽ ജലപീരങ്കി ഉപയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം ശക്തമാക്കാൻ തന്നെ ഇപ്പോൾ വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. ചെറിയ തോതിൽ സമരം ഒന്ന് ശാന്തമാകുന്ന സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ പോലീസുകാർ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായും പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം പ്രവർത്തകർ ആവേശം ഒട്ടും ചോരുന്നില്ല. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തുടർച്ചയായി ജലപീരങ്കി ഉപയോഗം വീണ്ടും നടക്കുന്നു. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി കൊടിയുടെ വടി കൊണ്ട് പോലീസിന് നേരെ വീശുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് പോലീസ്. ജേസൺ, ജലപീരങ്കി പ്രയോഗത്തിൽ പോലീസിന് പോലും പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തെറിച്ചു വീഴുന്ന സ്ഥിതിയുണ്ട്. അവർക്ക് ചെറിയ പരിക്കുണ്ട്. പ്രവർത്തകർ പക്ഷേ പിരിഞ്ഞു പോകുന്നില്ല. പ്രവർത്തകർ കനത്ത ജലപീരങ്കി പ്രയോഗം തുടരുക തന്നെയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ യാതൊരു രീതിയിലും പുറകോട്ട് പോകാൻ തയ്യാറല്ല, പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായി തുടരുന്ന ജലപീരങ്കി പ്രയോഗത്തിനിടയിലും ഒന്നിച്ച് കൈപ്പിടിച്ചുകൊണ്ട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുമില്ല.
ശക്തമായ ജലപീരങ്കി പ്രയോഗം തുടരുന്നു. സമരവും അതേപോലെ തന്നെ തുടരുന്നു. നേരത്തെ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ലാത്തി വീശിക്കൊണ്ട് പ്രവർത്തകർ താഴെ ഇറക്കാനുള്ള ശ്രമം പോലീസ് നടത്തി. പക്ഷേ ഇപ്പോൾ ആ പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് വീണ്ടും ജലപീരങ്കി ഉപയോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തുടർച്ചയായി ഒരു നിരവധി വിദ്യാർത്ഥികൾ തെറിച്ചു വീഴുന്ന സ്ഥിതിയുമുണ്ട്. ജലപീരങ്കി പ്രയോഗം തുടരുക തന്നെയാണ്. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു. അതേസമയം പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി തുടരുക തന്നെ. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം താൽക്കാലികമായി നിർത്തി ജലപീരങ്കി പുറകോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ലാത്തി ചാർജിൽ സംഘർഷാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ്. ഇപ്പോൾ നമുക്ക് കാണാം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കാണാം. പോലീസ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് കയറി ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന നില ഇപ്പോഴുണ്ട്. വിദ്യാർത്ഥികൾ ഇവിടെ തമ്പടിച്ചിരിക്കുക തന്നെയാണ്. മുദ്രാവാക്യ വിളികളുമായും പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം, സമരക്കാരുടെ തീരുമാനം. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അതേസമയം ജലപീരങ്കി പ്രയോഗം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സമരത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം പോലീസും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് പോലീസ്, നടുവിൽ ബാരിക്കേഡ്, അതിന് മുകളിൽ സമരക്കാർ എന്നതാണ്. ബാരിക്കേഡിന് മുകളിലേക്ക് വിദ്യാർത്ഥികൾ വീണ്ടും കയറുകയാണ്. നേരത്തെ കയറാനുള്ള ശ്രമം ലാത്തി ഉപയോഗിച്ച് ചെറുക്കുന്നുണ്ടായിരുന്നു പോലീസ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് വിദ്യാർത്ഥികൾ കയറുകയാണ്. തൃശൂർ കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ് ഈ വലിയ പ്രതിഷേധം കാണുന്നത്. ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. സാധാരണഗതിയിൽ കാണാത്ത അത്ര ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് എന്ന് പറയേണ്ടതുണ്ട്. അതിൽ ഒരു പോലീസുകാരിക്ക് പോലും, നേരത്തെ ജേസൺ റിപ്പോർട്ട് ചെയ്ത പോലെ, ഒരു പോലീസുകാരിക്ക് പോലും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ആ നിലയ്ക്കുള്ള ജലപീരങ്കി പ്രയോഗമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ തിരിയുന്നുണ്ട്. ജേസൺ, എന്താണ് അടുത്ത നീക്കം? വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന സമരത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം സ്വാഭാവികമായും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം, അതിനുശേഷം ജലപീരങ്കി പ്രയോഗം. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലേ. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്നു. ഓരോ പ്രസംഗത്തിലേക്കും അതുപോലുള്ള മറ്റു സമര പരിപാടിയിലേക്ക് കടക്കുകയാണ്. റോഡിന് നടുവിൽ കുത്തിയിരിക്കുന്ന വനിതാ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളുണ്ട്. SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമായി തുടരുമെന്ന സൂചന നൽകുകയാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മറിച്ച് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങളും പ്രതിഷേധ സമരങ്ങളുമായി തുടരുകയാണ് മാധു ഇപ്പോൾ SFI പ്രവർത്തകർ. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകുന്നത്. വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് ശരി, മലപ്പുറത്തിന് പിന്നാലെ ഇപ്പോൾ തൃശ്ശൂരും വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്.